വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ വരുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പന്തം കൊളുത്തിയ പ്രകടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് ഈ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളായ ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, പാഴ്സി, ജൈന, ബുദ്ധ മതവിഭാഗങ്ങൾക്കിടയിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതിനായി വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് പൗരത്വ നിയമ ബില്ല് എന്ന് പറയുന്നത്. അത് 2019 പാർലമെന്റ് പാസാക്കിയത്. പിന്നാലെ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം അതിന് ഭേദഗതി ചെയ്തുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ പൗരത്വ നിയമ ഭേദഗതി നിയമമായി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടാകുന്നത്. കേരളത്തിൽ അനവധി പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ യുവത പ്രതികരിക്കുന്നത്. ഏത് രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുള്ള പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുന്നത്? വിനിഷ, ഡിവൈഎഫ്ഐയുടെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്. നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ രാത്രിയിലും സിഎഎക്കെതിരെ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധവുമായി കണ്ണൂർ നഗരത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ സിഎഎ നിയമം അറബിക്കടലിൽ വലിച്ചെറിയണം, വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇതുവഴി ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് കണ്ണൂർ നഗരത്തിൽ ഈ പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയും ചെയ്യും. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ കണ്ണൂരിൽ വൻ പ്രതിഷേധം നടത്തുന്നു, പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ നേതൃത്വത്തിലാണ് പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ പന്തം കൊളുത്തി പ്രകടനം. രാജ്യത്തുടനീളം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. സിഎഎ അറബിക്കടലിൽ വലിച്ചു കീറിയെറിയും എന്ന പ്രഖ്യാപനവും ഡിവൈഎഫ്ഐ ഭാഗത്തുണ്ടാകുന്നു. ഏത് രീതിയിലും കേരളത്തിൽ സിഎഎ നടപ്പിലാക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഡിവൈഎഫ്ഐയും ഉള്ളത്. സന്തോഷ്, നേരത്തെ തന്നെ കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങൾ സിഎഎ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയും അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയും പറയുന്നു, CPM സെക്രട്ടേറിയറ്റ് പറയുന്നു, സിഎഎ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. നമ്മൾ മതേതര രാഷ്ട്രം എന്ന് പറയുന്നു, നാനാത്വത്തിൽ വൈവിധ്യം എന്ന് പറയുന്ന ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കമായി തന്നെ കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സിഎഎ നടപ്പിലാക്കുമ്പോൾ അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടണം. കാരണം യുവജനങ്ങളടക്കം പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള പണ്ടത്തെ ബ്രിട്ടീഷ് തന്ത്രം വീണ്ടും BJP സർക്കാർ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇതിനെ കാണണ്ടേ? കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ്. പന്തം കൊളുത്തിയ പ്രകടനം സിഎഎക്കെതിരെ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിയമ ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. സന്തോഷത്തോടെ കേൾക്കാം. തീർച്ചയായും ഡിവൈഎഫ്ഐയുടെ വൻ പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ നഗരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത്. യാതൊരു തരത്തിലും ഈ
ഈ പൗരത്വ നിയമം അനുവദിക്കില്ല, പൗരത്വ നിയമം അറബിക്കടലിൽ എന്നുള്ള മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഈ പന്തംകുളത്തി പ്രകടനത്തിൽ നരേന്ദ്രമോദിയുടെ അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയും ചെയ്യും. മാത്രമല്ല ഇത് വലിയ സമരമായി മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ രാജ്യത്തെമ്പാടും ഈ പൗരത്വ നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള, അതായത് പൗരന്മാരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ, ഈ വർഗീയ നിലപാടിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണിത്. ആ രീതിയിൽ തന്നെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ, നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാത്രി ഈ വൈകിയ വേളയിലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, പന്തംകൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ കണ്ണൂരിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഈ രീതിയിലുള്ള സമരങ്ങളിലേക്ക്, അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ മാറും എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം.